നിമിഷനേരം കൊണ്ടാണ് ഒരു ഗ്രാമം ഇല്ലാതെയായത്. അവിടെ നിറഞ്ഞുനിന്ന ചിരികൾ നിരവധി പേരുടെ മുഖങ്ങളിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞുപോയത്. 60-ലേറെ മരണങ്ങൾ. അതിൽ പലരെയും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. മരണങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. 700-ലധികം പേരെ കാണാനില്ല. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടൽ ദുരന്തം നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദുരന്തമുഖത്തിനും 2 കിലോമീറ്റർ മാത്രം അകലെ പുത്തുമലയിലെ ആ ദുരന്ത ദിനവും മറക്കാൻ കഴിയാത്ത ഓർമ്മ തന്നെയാണ് ഇവിടുത്തുകാർക്ക്. 2019 ഓഗസ്റ്റ് 8 വൈകിട്ടായിരുന്നു നാടിനെ നടുക്കിയ പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം. 17 പേരുടെ ജീവൻ അപഹരിച്ച പ്രകൃതി താണ്ഡവത്തിൽ 70ഓളം വീടുകൾ തകർന്നു. അനേകം ഹെക്ടർ ഭൂമികൾ തകർന്നുപോയി. മരിച്ച 17 പേരിൽ 5 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. പച്ചക്കാട് നിന്ന് തുടങ്ങിയ ഉരുൾപൊട്ടലിൽ കിലോമീറ്ററുകൾ ദൂരെ വരെ നാശനഷ്ടങ്ങളുണ്ടായി. ദുരന്തത്തിന് ശേഷം ആ പ്രദേശങ്ങളിൽ ജനവാസം സുരക്ഷിതമല്ല എന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് വന്നു. അതോടെ വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാനുള്ള ബാധ്യത സർക്കാരും സമൂഹവും ഏറ്റെടുത്തു എന്നു തന്നെ പറയേണ്ടതായുണ്ട്. ദുരന്തമുണ്ടായത് മുതൽ സർക്കാർ സംവിധാനങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനകൾ എല്ലാം ഏതാണ്ട് പൂർണ്ണ മനസ്സോടെ രംഗത്തിറങ്ങി. ഇങ്ങനെ തന്നെയാണ് ചൂരൽമലയിലെയും കാഴ്ചകൾ. എന്നാൽ ഈ ദുരന്തമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കിട്ടിയതിനും മണിക്കൂറുകൾ മുമ്പ് തന്നെ ചൂരൽമലയിലെ എല്ലാ ഗ്രാമവാസികളോടും ആ സ്ഥലം വിട്ട് മാറണമെന്നും സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും പലരും അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. ഇപ്പോൾ ആ മുഖങ്ങളെല്ലാം മണ്ണിനടിയിലായി പോയിരിക്കുന്നു. ആ മുഖങ്ങളെ തേടി ആയിരങ്ങൾ വിലപിച്ചുകൊണ്ട് അലയുകയാണ്. അന്ന് പുത്തുമലയിലെ വീടുകളും കിടപ്പാടവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായിരുന്നു പ്രാധാന്യം. ഹർഷം പദ്ധതി പ്രകാരം പൂത്ത കൊല്ലിയിൽ 52 വീടുകളാണ് നിർമ്മിച്ച് ദുരന്തബാധിതർക്ക് കൈമാറിയത്. സർക്കാർ നൽകിയ 4 ലക്ഷം രൂപയ്ക്ക് പുറമെ ബാക്കി തുക സ്വന്തം നിലയ്ക്ക് സംഘടിപ്പിച്ചുകൊണ്ട് വിവിധ സന്നദ്ധ സംഘടനകളാണ് വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്തത്. കുടിവെള്ള പദ്ധതി, റോഡ് എല്ലാം ഇതിനകം അവിടെ ലഭ്യമാക്കി. വീടും ഭൂമിയും അടക്കം നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ 10 ലക്ഷം രൂപ നൽകി. അതുപയോഗിച്ച് കുറേ പേർ സ്വന്തം നിലയ്ക്കും സ്ഥലങ്ങളും വീടുകളും സംഘടിപ്പിച്ചു. കാപ്പംകൊല്ലി, പുത്തൂർ വയൽ, ചൂരൽമല, കുന്നമംഗലം വയൽ എന്നിവിടങ്ങളിലൊക്കെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയും വീടുകളുടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടിയില്ലെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതി നിന്ന ദുരന്തത്തിന്റെ ഇരകളായ മനുഷ്യരെ അതിജീവനത്തിന്റെ പാതയിലൂടെ കൈപിടിച്ചു നടത്തുവാനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് വിജയിച്ചു എന്ന് കരുതേണ്ടതായുണ്ട്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതിലും കുറച്ചുകൂടി ദുസ്സഹമാണ്. പുഴ ഗതി ആകെ മാറി ഒഴുകുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ കണ്ടെടുത്തത് 17ഓ 20ഓ അല്ല, 60 വിറങ്ങലിച്ച മൃതശരീരങ്ങളാണ്. 20 മൃതശരീരങ്ങൾ തിരിച്ചറിഞ്ഞു. കൊടും പേമാരിയിൽ തകർന്നുപോയ GVHSS വെള്ളാർമല സ്കൂളിലെ 21 കുരുന്നുകളെ പറ്റി യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള വിലാപം തുടരുകയാണ്. നിറഞ്ഞ കണ്ണുകളുമായി ആയിരങ്ങളാണ് സ്വന്തം ഉറ്റവരെയും ഉടയവരെയും തേടി അലയുന്നത്. അപകടകരമായ സാഹചര്യത്തിൽ ഇപ്പോഴും നിൽക്കുന്നവരുണ്ടെങ്കിൽ എത്രയും വേഗം സർക്കാർ സംവിധാനം തയ്യാറാക്കിയിട്ടുള്ള ഇടങ്ങളിലേക്ക് നിർബന്ധമായി മാറണം. കൺട്രോൾ റൂം നൽകിയിട്ടുള്ള ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിക്കണം. 96 56 93 86 89 അല്ലെങ്കിൽ 80 86 01 08 33 ഈ നമ്പറിൽ ബന്ധപ്പെടുക.